എൻ്റെ പേര് സിബി ആന്റണി. ഞാൻ പാലാരിവട്ടത്തൊരു പെറ്റ് ഷോപ്പ് നടത്തുകയാണ്. അവിടെ നമ്മൾ മെയിനായിട്ട് പെറ്റ് ഗ്രൂമിംഗ് ആണ്. പിന്നെ നമുക്ക് ബ്രീഡിംഗ് ഉണ്ട്, സ്റ്റഡ് സർവീസ് ഉണ്ട്, പിന്നെ അക്സസറീസ് ഫുഡെല്ലാം ഉണ്ട്. പിന്നെ ഇവനെൻ്റെ പെറ്റ് ബബ്ലു, ഇത് പോമറേനിയൻ ഇനത്തിൽപ്പെട്ടതാണ്. ഇവനിപ്പോൾ എൻ്റെ കൂടെ 1.5 വർഷം ആറായി. പിന്നെ ഇവൻ പോമറേനിയൻ എന്ന് പറഞ്ഞാൽ ഒറിജിനലല്ല, എന്നാലും വലിയ തരക്കേടില്ലാത്ത ഒരു ഇതാണ്. ഒറിജിനൽ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, നമ്മുടെ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയുണ്ട്. ഇത് വീട്ടിലെ പെറ്റാണ്. മെയിനായിട്ട് വീട്ടിലെ കൊച്ചായിട്ടാണ്. എനിക്കൊരു മോളുണ്ട്, ഇസബൽ എന്ന പേര്. അവളായിട്ടാണ് കൂട്ട്. പിന്നെ വീട്ടിലെ അപ്പച്ചൻ്റെ എല്ലാവരും പെറ്റാണ്. വീടിൻ്റെ അകത്ത് തന്നെ റൂമിലാണ്. അവൻ രാവിലെ എഴുന്നേറ്റ, ഇപ്പോൾ എൻ്റെ റൂമിലാണെങ്കിൽ രാവിലെ കട്ടിലിൽ വന്നിട്ട് നമ്മൾ വിളിക്കും. എന്താ വെച്ചാൽ അവന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ഫുഡ് അതൊക്കെ അപ്പച്ചനാണ്. ഫുഡിൻ്റെ ഇതെല്ലാം അപ്പച്ചനാണ്. പിന്നെ മോള് സ്കൂളിൽ പോണവരെ അവളുടെ കൂടെ കളിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ വരാൻ വേണ്ടി നോക്കിയിരിക്കും. ഇവന് ഏറ്റവും ഇഷ്ടം മറ്റേ ചിക്കൻ്റെ ലിവറാണ്. പിന്നെ ഡോഗ് ഫുഡ് അത് ഞാൻ മാറ്റി കൊടുക്കണം ഓരോന്നും. അവന് കുറച്ചാൾ കഴിച്ച് കഴിയുമ്പോൾ മടുക്കും. അപ്പോൾ ഞാൻ ഓരോ കമ്പനി മാറ്റി കൊടുക്കണം. പപ്പി ഫുഡ് തന്നെ കൊടുക്കണം. അത് പൊതുവേ ഡോഗ്സ് എല്ലാം ഇതാണല്ലോ. എന്നെ കണ്ടില്ലെങ്കിലും കൊച്ചിനാണ് ഭയങ്കര ഇത്. കൊച്ചിനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. ഇപ്പം ഞങ്ങൾ വേളാങ്കണ്ണി പോയപ്പോൾ പ്രാവശ്യം കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇത്തിരി പ്രശ്നമായിരുന്നു. എപ്പോഴും വീട്ടുകാരായിട്ട് നിൽക്കാൻ ഇഷ്ടം. രണ്ടും സ്പിറ്റ്സ് വേറെ, പോമറേനിയൻ വേറെ. പോമറേനിയൻ ഞാൻ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ട്, കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ ഒറിജിനൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മിനിമം ക്വാളിറ്റി. ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതുവരെ വേറെ അസുഖങ്ങളും ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ രോമം കൊഴിച്ചിൽ കുറച്ചുണ്ടാവും. മറ്റേ ഷിറ്റ്സുവിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി കൊഴിച്ചിലുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്ത് കൊടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. ബ്രഷിങ് മസ്റ്റാണ്. ബ്രഷ് ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൊഴിച്ചിൽ ഇത്തിരി ഉണ്ടാവും. അത്യാവശ്യം കാടിങ് ഉണ്ട്, നല്ല കുരയുണ്ട്. ചിലത് കടിക്കണതും അറിയാം. പക്ഷേ ഇവനങ്ങനെ പക്ഷേ ഇവൻ ഭയങ്കര കുരക്കും. പക്ഷേ നമ്മളടുത്തോട്ട് ചെല്ലുമ്പോൾ പോയിക്കണം. നമ്മളാരും ഇല്ലെങ്കിൽ ഓടി മാറുകയും ചെയ്യും. നമ്മൾ ചെല്ലുന്തോറും അവന് ശൗര്യം കൂടും. പക്ഷേ ഇതുവരെ ആരും കടിച്ചിട്ടൊന്നുമില്ല. കടിക്കണതുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ അടുത്തേക്കാനാണ് ഒരു താല്പര്യം. എപ്പോഴും ആരെങ്കിലുമായിട്ട് എപ്പോഴും ഇത് ഇടപെട്ടുകൊണ്ടിരിക്കണം. അതിപ്പോൾ കൊച്ചുങ്ങളുണ്ടെങ്കിൽ കൊച്ചുങ്ങളോടൊക്കെ നല്ല ഇതായിരിക്കും. പിന്നെ അതുപോലെ കൊച്ചുങ്ങൾ മാത്രമല്ല, എല്ലാവരോടും കുഴപ്പമില്ല. എപ്പോഴും അവൻ്റെ അടുത്ത് ഒരാൾ വേണം. ഒറ്റയ്ക്കൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. ഇവനങ്ങനെയുണ്ട്. ഡോഗ്സിനെ പൊതുവേ നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുമെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം കുളിപ്പിച്ചാൽ മതി. വേറെ അഴുക്കൊന്നും ആയില്ലെങ്കിൽ അവർ 2 മാസത്തിൽ കുളിപ്പിച്ചാൽ മതി. എന്നുവെച്ചാൽ അവരുടെ മേത്തൊരു നാച്ചുറൽ ഒരു ഓയിലുണ്ട്. എപ്പോഴും കുളിപ്പിച്ചാൽ അത് അവർക്ക് ഇത് സ്കിന്നിങ്ങനെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം അത് മതി. ഡെയിലി ബ്രഷ് 2 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ അവർക്ക് കോട്ടിന് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഫിഷ് ഓയിൽ അങ്ങനെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇപ്പം എല്ലാവരും പൊതുവെ അങ്ങനെയുള്ള പണ്ട് ആർന്നല്ല പട്ടിനെ മേടിച്ച് കെട്ടിയിടല്. ഇപ്പോൾ എല്ലാവരും വീട്ടിലൊരു അംഗത്തിനെ പോലെ ആയി. അതുകൊണ്ടാണല്ലോ ഇത്ര ഗ്രൂമിങ് സെൻറ്ററും ഇവർക്കുള്ള സപ്ലിമെൻറ്റ്സും എല്ലാം. നമുക്ക് നേരത്തെ പോലെ അല്ലേ, ഇപ്പോൾ എവിടെ നോക്കിയാലും പെറ്റ് ഷോപ്പല്ലേ. ഇത്ര എല്ലാവരും വീട്ടിലൊരു അംഗത്തിനെ പോലെ ആയി കണ്ടു തുടങ്ങി. കൂടുതലും വീട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഈ മൊബൈൽ യൂസൊക്കെ കുറഞ്ഞോളും ഇവരുടെ കൂടെ. അതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരിതായിട്ട് കാണുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞൊരു ടെൻഷനെല്ലാം ഇവരുടെ അടുത്തൊരു ഇതാകുമ്പോൾ ഒരു ഫ്രീ ആകും. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു തായ്ലാൻഡ് ഇമ്പോർട്ട് ഒരു ടോയ് പോം ഉണ്ട്. പിന്നെ ഞാനൊരു ഡോക്ടർ രാഹുൽ ദാസ് പുള്ളിയുടെ നിന്നെടുത്തൊരു ഡോഗുണ്ട്. അത് ടീ കപ്പ് സൈസാണ്, ഭയങ്കര ചെറുതാണ്. പിന്നെ 2 ടോയ് പൂഡിലുണ്ട്. ഒരെണ്ണം റഷ്യൻ ഇമ്പോർട്ടാണ്. നമ്മുടെ പാർട്ട്ണറുടെ അടുത്താണ്, ഇവിടെ ഉണ്ട് ഇപ്പം. ഇത് പോമറേനിയനാണ്, ടോയ് പോം ഒറിജിനൽ. ഇത് തായ്ലാൻഡിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ 1 മാസത്തിനടുത്തായി. പിന്നെ നമ്മൾ ബ്രീഡിങ് മെയ്റ്റിങ് പർപ്പസിന് വേണ്ടിയാണ്. ഇവനെല്ലാവരായിട്ടും ഭയങ്കര ഒരു എന്താ വെച്ചാൽ അവനെ കൂട്ടിലേക്ക് കിടക്കാൻ ഭയങ്കര മടിയാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ നിൽക്കാനാണ്. പിന്നെ AC ഭയങ്കര ഇഷ്ടമാണ്. ഈ റൂമിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ അടുത്തൊരു മുത്തൂറ്റിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ വേറെ പോമറേനിയനെ ഞാൻ കണ്ടില്ല. ഇവനെ ആൾക്കാർ ഭയങ്കരമായിട്ട് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഭയങ്കര ഐഡിയ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള സ്പിറ്റ്സാണ്. പോമറേനിയൻ കുറവാണ്. വളർത്തുന്നവരില്ലെന്നല്ല, സാധാരണ ആൾക്കാർ അധികം ആരെങ്കിലും ഇല്ല ഇവിടെ. നോർത്തിലാണ് കൂടുതൽ.
ഇവിടെ ബ്രീഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്, ആലപ്പുഴയിലൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷേ പൊതുവെ എന്ന് വെച്ചാൽ ഇവരുടെ പേപ്പർ ഇല്ലാണ്ട് തന്നെ 40 രൂപയുള്ള സ്റ്റാർട്ട് ചെയ്യുന്നു, 40,000 ആവും. നല്ലൊരു പപ്പീനെ എടുക്കണമെങ്കിൽ എന്തായാലും 60യുടെ മുകളിലോട്ടാവും. പോമറേനിയനിൽ ഒരു കോമൺ ആയിട്ടുള്ള കളറാണ് ഈ കളറ്. വൈറ്റ് ഉണ്ട് വരുന്നത്, പ്യൂർ വൈറ്റ്. പക്ഷേ വില ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ എല്ലാവരും പോമറേനിയൻ ഇവിടെ പറയണത് മറ്റേ സ്പിറ്റ്സിനെ പറയണത്. ഇപ്പോൾ അതിൻ്റെ സ്പിറ്റ്സിന് എത്ര, പോമറേനിയൻ എത്രയെന്ന് ഒരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ 5,000 രൂപയൊക്കെ വിലയുള്ളല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ വില എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വില പറയുമ്പോൾ അവർ അതെന്താ 5,000 രൂപ അവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ അതിനെപ്പറ്റി. ഭയങ്കര ഇഷ്ടമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഡോഗിനെ കാണുമ്പോൾ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ആൾ കമ്പനി മൈൻഡ്. ഇവനൊരു എന്താ ഹൈപ്പറാണ് ഭയങ്കര. എന്താ വെച്ചാൽ എവിടെയും വെറുതെ ഇരിക്കില്ല, അഴിച്ചുവിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിച്ചാൽ ഓടി കിടക്കും. അവനിങ്ങനെ എല്ലാവരുമായിട്ട് കളിക്കാനും അതൊക്കെയാണ് ഇഷ്ടം. എപ്പോഴും അടുത്ത ആൾ വേണം, അല്ലെങ്കിൽ ഒച്ചപ്പാടായിരിക്കും. വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പരിചയമില്ലാത്ത കണ്ട കുരയൊന്നുമില്ല. ബാക്കിയുള്ളവർ ചെറുതായിട്ട് കുരക്കും, ഇവനങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ ഇവനെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ സംശയമാണ് വലുതാണോ. ഷോസിന് ഞാൻ കൊണ്ടുപോയിട്ടില്ല, എന്നാൽ ഷോ ഇപ്പം സ്റ്റാർട്ട് ചെയ്തതുള്ളല്ലോ, ഇവനെ കൊണ്ടുപോയിട്ടില്ല ഞാൻ. ഇവനെ എടുത്തു പറയാമെന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാവും, എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു സ്ഥലത്തും വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ പാഞ്ഞ് കിടക്കണം. അവന് സ്മെല്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതായിട്ട് നടക്കലാണ്. ഞാനങ്ങനെ ആദ്യം ഇതായിട്ട് ഇട്ടിട്ടില്ല, എന്നാലും രണ്ടെണ്ണം കഴിഞ്ഞു ഇവൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ. ഇവനെന്താ വെച്ചാൽ ഞാൻ ഇത്രയും ചെറുതിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ മറ്റേ നമ്മുടെ ട്രാൻസ്പോർട്ട് ചെയ്ത പയ്യന്മാർ കൊണ്ടുവന്ന് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും ഇത്രയും ചെറുതിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ്റെ പേര് ചാർലി എന്നാണ്. ഞാനിവനെ ഭുവനേശ്വറിൽ നിന്നാണ് എടുത്തത്, ഡോക്ടർ രാഹുൽ ദാസ് ഉള്ളതിൽ നിന്ന് എടുത്തതാണ്. ഇത് പൂഡിൽ എന്ന് പറയും, ടോയ് പൂഡിൽ. എൻ്റെ പൂഡിലെ ടോയ് സൈസാണ്. ഇവനിപ്പോൾ അടുത്തൊരു ഇവിടെ തരംഗമുള്ളൊരു ഇതാണ്, ഷിറ്റ്സു ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും. ഇനിയിപ്പോൾ അടുത്തൊരു തരംഗവിനായിരിക്കും. ഒരുമാതിരി ഇവിടെയും മമത മോഹൻദാസിൻ്റെ ഒക്കെ ഉണ്ട്, ഒരുമാതിരി സെലിബ്രിറ്റികളിലൊക്കെ ഇവൻ്റെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു തരംഗം ഇവരായിരിക്കും, ടോയ് പൂഡിലായിരിക്കും. അതുകൊണ്ട് ട്രെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്, നല്ല ബുദ്ധിയാണ്. സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഒരു 50,000 രൂപ തുടങ്ങും. സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഒരു 80,000, 80,000 മുകളിലോട്ടാണ്. ഇവൻ റഷ്യയിൽ നിന്ന് വന്നതാണ്, നമ്മുടെ പാർട്ട്ണറിൻ്റെ. ഇവന് കൊടുക്കുന്നത് നമ്മൾ റോയൽ കനാനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതാണെങ്കിലും നമുക്ക് ഏതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാനും അകത്തിട്ട് വളർത്താനൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കൊച്ചിയിലൊക്കെ എല്ലാവർക്കും സ്ഥലം കുറവല്ലേ, ഇനി ഇങ്ങനത്തെ ടോയ് ബ്രീഡായിരിക്കും എല്ലാവരുടെയും കയ്യിൽ. എന്നുവെച്ചാൽ എല്ലാവർക്കും ഈസി അതായിരിക്കും. ഇത് ശരിക്കും ഇങ്ങനെയല്ല, ഇതിപ്പോൾ ഗ്രൂം ചെയ്തേക്കണേണ്. ഇവിടെയൊക്കെ ശരിക്കും രോമം ഉണ്ടാവുന്ന ബ്രീഡാണിത്. ഇത് നമുക്ക് ഇവരുടെ സ്റ്റൈൽ ഇഷ്ടംപോലെ ഉണ്ട്, അത് നോക്കിയാൽ അറിയാം ഏത് സ്റ്റൈലിലും. ഇവനെയൊക്കെ തന്നെ ഇത് കണ്ടില്ലേ, ഈ സൈഡ് ഇങ്ങനെ ഒതുക്കി പല പല സ്റ്റൈലുണ്ട് അവർക്ക് ചെയ്യാനും. ഇതിനോടൊരു ഇഷ്ടമുള്ളവരെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുകയുള്ളു. അത് ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു കാര്യമുള്ളു. ഇഷ്ടമൊന്നൊരു പ്രാന്താണ്. നമുക്ക് ഫുഡ്, അക്സസറീസ്, പിന്നെ ഗ്രൂമിംഗ് ആണ് മെയിനായിട്ട്. ഗ്രൂമിങ്ങിന് എല്ലാം ഉണ്ട്. ക്യാറ്റുണ്ട്, ഡോഗുണ്ട്. എന്തിനു വേണമെങ്കിലും നമ്മളൊരു അധികം വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിൽ റീസണബിളായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു